யாரிவளோ கண் தேடியதோ காத்திருந்த என் காதலியோ கண்களுக்குள் தென்றலிதோ பார்த்ததுமே மின்சாரமிதோ என் செல்ல குட்டியே என் கண்ணின் மணியே நீ காட்டும் கோபம் காதல் என்று എന്നാലും ആരാടാത്? ആരായാലും നമുക്ക് നോക്കാം. എന്റെ ഭൂമിമോളെ, നീ ഇങ്ങനെ ഗ്രൂമി ആവാതെ ആരാ നമുക്ക് കണ്ടുപിടിക്കാം. അവര് ചിലപ്പോ നല്ല അടുത്ത ഫ്രണ്ട്സ് ആയിരിക്കും. അതെ, ഇപ്പൊ നമുക്ക് കോളേജിൽ പോവാം. ഇവിടെ ഇന്നൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിക്ക. അല്ല, ആരത്? ലൂസിച്ചായനോ? നിങ്ങളുടെ കോഴിക്കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? കോഴി നിന്റെ വാപ്പ, ആ പലിശക്കാരൻ മജീദ്. കണ്ട സൂര്യോട്ട്, ഇനി എപ്പോ നാവ് വളച്ചാലും എന്റെ വാപ്പയെ പറയല്ല. നീ എന്നെ പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത്? അതെന്തൊരു കുഴപ്പം. ഞാൻ പോടും. കൊണ്ടം പൂച്ചക്ക് പരിണാമം സംഭവിച്ച കാട്ടുപോയി. എടി എടി എടി, ഞാനൂരെ കൂടുതൽ നേടിക്കില്ലേ? അവള് തോറ കുഞ്ഞിന്റെ ഉണക്കി ഇരിക്കുകയും ചെയ്യും. വായിന്ന് വരുന്നത് എന്റെ പൊന്നു ലൂയിസെ, ഒന്ന് നിർത്ത്. എന്റെ പൊന്നോ, രണ്ടൊന്നും നിർത്തുന്നുണ്ടോ? നീ ഇത് പറ, നീ എന്താ ഇവിടെ? ഞാൻ ഇക്കാക്കയുടെ ഇത്തായുടെ കൂടെ നിന്ന് പഠിച്ചോണ്ടിരുന്നില്ലായിരുന്നോ? ഇക്കാക്ക ഇത്തായിന്ന് പറഞ്ഞപ്പോ എന്നെയും കൂടെ കൊണ്ടുപോയിരുന്നു. പാപ്പ പറഞ്ഞു ദൂരോട്ടൊന്ന് പോയി നിന്ന് പഠിക്കണ്ടാന്ന്. അപ്പൊ പിന്നെ എന്നോട് ഇവിടെ ചേർത്തു. നന്നായി. മതി 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 മതി. എന്നാ നീ ക്ലാസ്സിൽ പോ. ഇവിടുന്ന് നേരെ ചെന്ന് ലെഫ്റ്റ് ചെയ്ത് സ്റ്റാഫ് റൂം പോവാം. അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് നീ നേരെ ക്ലാസ്സിൽ കയറും. ശരി ഇക്ക. ഹരിയേട്ടാ പോട്ടെ. പോട്ടടോ കാട്ടുകോഴി. കാട്ടുകോഴി നിന്റെ നോയിസേ, സംസാരിച്ച് നിൽക്കാതെ വാ, ബെല്ലടിക്കാൻ ടൈമായി. ഭൂമി, നീ എന്താ ഈ ഓടിക്കതച്ച് വരുന്നത്? എന്താടി, എന്താ കാര്യം? ആളെ കുറിച്ച് വിവരം കേട്ടിട്ടുണ്ട്. ആളുടെ പേര് നൗറ ഫാത്തിമ, BA ബോട്ടണി, സെക്കൻഡ് ഇയറാ. പിന്നെ നിന്റെ വിശ്വസൂര്യചിത്രമായിട്ടൊക്കെ എന്തോന്ന് ചോദിച്ചാൽ അവര് നല്ല ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. വേറെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നീ എങ്ങനെ അറിഞ്ഞതല്ല? അതെ, പുള്ളിക്കാരി ഡാൻസ് ക്ലബിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ വന്നപ്പം ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത് കേട്ടതാ. അപ്പൊ ഞാൻ ചോദിച്ചെടുത്തു. അതായിരുന്നു. നീ ചോദിക്കാൻ പിടിക്കാന്ന് തെളിയിച്ചോ? ഓ, നിങ്ങൾ രണ്ടെണ്ണം ആദ്യം അടികൂടുന്ന ഒന്ന് നിർത്താവോ? എന്ത് പറ്റി ഭൂമി, നീ ഓക്കെ ആണോ? എന്ത് പറ്റിയടാ? എന്താ ഒരു വല്ലായ്മ? ഒന്നുമില്ലടി, ഞാന് കുറച്ചു നേരം ലൈബ്രറിയിൽ കാണും. ഇപ്പൊ ക്ലാസ്സിന് കയറുന്നില്ല. ശരി, നീ ഇന്ന് പോയിട്ട് വാ. അല്ല ഭൂമി, അവളെ ശല്യം ചെയ്യണ്ട. അവള് പോട്ടെ. അവള് ഒറ്റയ്ക്കിരിക്കട്ടെ കുറച്ചു നേരം. അത് കഴിയുമ്പോൾ അവള് റെഡി ആവുമ്പോൾ നമുക്കടുത്തോട്ട് വരും. ശരി. എന്താ ഇവിടെ? നല്ല ഉറക്കാന്ന് തോന്നുമല്ലോ. ശല്യം ചെയ്യാതെ പോയേക്കാം. ഉറങ്ങുന്ന എന്താ പാവം. നിങ്ങൾ അറിയുന്നുണ്ടോ മനുഷ്യ, അത് കഴിഞ്ഞൊരു പെട്ടിപ്പെണ്ണ് നിങ്ങളെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന്? അടുത്തോട്ട് വന്ന് തുറന്നു പറയാൻ നോക്കുമ്പോ കയ്യും കാലം വിറയ്ക്കുക. ധൈര്യമായിട്ട് വന്ന് ഐ ലവ് യു എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യണം? വല്ല അറ്റാക്ക് മുന്നിൽ ചത്തുപോകും. എന്തോ നിങ്ങളെങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുക. ആർക്കും വിട്ടുകൊടുക്കാതെ 7 ജന്മം ഇങ്ങനെ അടക്കി പിടിക്കാൻ തോന്നുക. എനിക്ക് വിധിച്ചിട്ടില്ല എങ്കിൽ അടുത്ത ജന്മം വരെ കാത്തിരിക്കാം. പക്ഷെ ഈ ജന്മത്തിൽ ഇനി ഒരാളെ ഭൂമിക്ക് വിധിച്ചിട്ടില്ല. ഓ, ഞാൻ എന്തൊക്കെ പൊട്ടത്തരങ്ങളായി പറയുന്നു. നീ വിഷമിക്കണ്ട. ഓ, എന്ത് ക്യൂട്ടായിട്ടാ ഉറങ്ങുന്നേ. ഒരു ഉമ്മ ആരെങ്കിലും കാണുമോ? ദൈവമേ, ആരും കാണല്ലേ. വിശ്വ, എന്റെ പൊന്നു ബഹുമാനെ പെട്ട് ഞാനിതിപ്പോ എവിടെ വിളിക്കാം? ദൈവമേ, വിളിക്കാം. വിശ്വ, എണീക്കടാ.
എന്തോ എന്താടാ എന്തോ തുറക്കാടാ? എത്ര നേരം കൊണ്ട് വിളിക്കുവാ? നിനക്കൊക്കെ ഇപ്പൊ എന്താ വേണം? ബാക്കിയുള്ള കുറച്ചു നേരം എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. നീ എന്തിനാ ഞങ്ങളെ കടിച്ചു കയറുന്നത്? ദേ നിന്റെ പ്രിൻസിപ്പാൾ വിളിക്കുന്നുണ്ട്. എന്ത് തേങ്ങയ്ക്ക് എങ്ങനെയാണ് ഇപ്പൊ വിളിക്കുന്നത്? കോളേജ് ചെയർമാനല്ലേ, അപ്പൊ നിന്നെ പല ആവശ്യത്തിനും വിളിക്കുന്നത്. തെണ്ടികൾക്ക് കെട്ടിയെടുക്കാൻ വേണ്ട സമയം. ഇവരെന്താ പ്രാന്തായോ? നേരെ പിറുപുറത്തോണ്ട് പോന്നു. ഇവന്റെ വിചാരം കേട്ട ഇവൻ എന്താ കാപ്പി കേട്ട് ചൊല്ലിക്കൊണ്ടിരുന്ന എന്തോ. അവൻ എന്തോ കൊണ്ടോ ആവട്ടെ. നീ എന്റെ തലയ്ക്ക് പ്രാന്ത് പിടിപ്പിക്കാതെ വരുന്നുണ്ടോ? ആ ഇനി എന്റെ മണ്ടയിലോട്ട് കയറും. വാ അങ്ങോട്ട് പോവാ. രക്ഷപ്പെട്ട് ആരും ഇല്ല, പെട്ടെന്ന് ഇവിടുന്ന് പോവാ. ഏട്ടാ സുഖമാണോ ഏട്ടന്റെ കുട്ടിക്ക്? സുഖേട്ടാ. ഏട്ടനെന്താ ഇവിടെ? അച്ഛനും അമ്മ ഇന്നലെ വിളിച്ചപ്പോ കൂടി പറഞ്ഞില്ലല്ലോ ഏട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഏട്ടനിവിടെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചൊരു ഏട്ടനൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം നിങ്ങളെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എന്നെ കാണാനോ അതോ അവിടെ നിന്നതോ എത്തി വലിഞ്ഞു നോക്കുന്നില്ലേ അതിനെ കാണാനോ? നിന്നെയും കാണാം, ആ സാധനത്തിനെ കാണാനായിട്ട് ഓടി ഇങ്ങോട്ട് വന്നത്. കിച്ചു, ഇവന്റെ ഏട്ടനാ ഭരത്. ഏട്ടാ ഇത് ഞങ്ങളുടെ ഫ്രണ്ടാ കൃഷ്ണ. ഹായ് കൃഷ്ണ. ഹായ് ചേട്ടാ. നിങ്ങളെ കുറിച്ച് പറയാനുണ്ട് ഇവര്. മാനസേ, എന്താ ഏട്ടാ? എന്താണ് നിന്റെ ഫ്രണ്ടിന്റെ മുഖം ഇത്ര വേർതിരിക്കുന്നത്? മാനസേ, എന്താ ഏട്ടാ? അതെ നിന്റെ ഫ്രണ്ടിനെ ഞാൻ കുറച്ച് നേരത്തേക്ക് കൊണ്ടുപോകട്ടോ. ഞാനങ്ങ് വരുന്നില്ല, എനിക്ക് ക്ലാസ് ഉണ്ട്. മസിൽ പിടിച്ചത് ഇങ്ങോട്ട് പാടി പെണ്ണെ. പറഞ്ഞില്ലേ ഇതേ പെണ്ണെ, മര്യാദക്ക് എന്റെ കൂടെ നടന്നു വരുന്നു. അത് ഞാൻ തൂക്കി എടുത്തോണ്ട് പോണോ? ആ ഇനിയിപ്പോ കോളേജ് പ്രതീക്ഷിക്കണ്ട, നേരെ ഏട്ടാ ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തിക്കോളും. എന്നാ ശരിയടാ, ഞാൻ പോവാ. ശരി എന്നാ. നീ ഒറ്റയ്ക്കല്ലേ പോന്നെ? എത്തിക്കഴിഞ്ഞിട്ട് വിളിക്കേട്ടോ. ഓക്കേടാ, ബൈ. എന്റെ പൊന്നു നന്ദു, നീ ഈ കടല് നോക്കി നിൽക്കാൻ കൊറേ നേരമായി. എന്തെങ്കിലും ഒന്ന് മിണ്ടടി. എന്തുകൊണ്ട് ഞാൻ മിണ്ടാൻ വരുമ്പോഴല്ലേ നിങ്ങൾക്ക് സമയമില്ലാത്തത്? നിങ്ങൾ ഭയങ്കര ബിസി മാനല്ലേ? നീ വിളിച്ചപ്പോ ഞാനൊരു പ്രോജക്ടിന്റെ പുറവിലായി പോയിട്ട് പെണ്ണെ. സോറി, അതിന് ബിസി ആയതുകൊണ്ട് ഞാൻ ഫോൺ ഒന്നും എടുക്കാഞ്ഞത്. അതിന് നീ ഇന്നലെ വിളിച്ചപ്പോ എന്തൊക്കെ പറഞ്ഞു. കല്യാണത്തിന് മുന്നേ നിങ്ങൾ ഇത്രയും ബിസി, കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ബിസി ആയിരിക്കും? ഓ എന്റെ പൊന്നു നന്ദുമ്മ, സോറി, ഇനി ഇങ്ങനെ ആവർത്തിക്കത്തില്ല. എനിക്ക് നല്ല വിഷമമായിട്ടോ, അതുകൊണ്ട് പറഞ്ഞത്. സോറി. സോറി, ഞാനല്ലേ പറയണ്ടേ. ഇപ്രാവശ്യത്തിന് ക്ഷമിക്കാം. വാ നമുക്ക് ഐസ്ക്രീം കഴിക്കാം. സ്ട്രോബെറി ഫ്ലേവർ. അരി അരി പെണ്ണേ, വാ. എന്നാ ശരി കേട്ടോ, മാളുവിന്റെ അടുത്തും കൂടെ പറഞ്ഞേ, ഞാൻ പോവാ. ശരി അപ്പോട്ടാ, നൈറ്റ് ആണ്, സ്ലോ ആയിട്ട് വണ്ടി ഓട്ടിക്കണം. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഹലോ മാഡം, അങ്ങനെ പോവാതെ. എന്താ തരാനുള്ളത് തന്നിട്ട് പോയാ മതി. അയ്യടാ, ഒന്ന് പോയേ. ആഹാ, ഇങ്ങോട്ട് പാടി. മതി, ഞാൻ പോവാം. ബൈ. ബൈ. എന്റെ പൊന്നു ഭൂമി, ഇത് എത്രാമത്തെ വട്ടമാണ് പറയാതെ തിരിച്ചു വരുന്നത്? എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, എന്റെ കൈയും കാലും വിറയ്ക്കാ. പുള്ളി കാണുമ്പോൾ തന്നെ നെഞ്ചൊക്കെ പടപെടാ, എന്തോ ഒരു അറ്റാക്ക് വരുന്ന മാതിരിയാ. ഞാൻ എന്ത് ചെയ്യാനാ?
അങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോഴേ എനിക്ക് കൈയും കാലം തളരുവാടി. എന്നാ പിന്നെ പ്രേമിക്കാൻ പോവരുത്. അങ്ങനെ പറയല്ലേ നന്ദുമ്മ, നീ നോക്കിക്കോ, ഞാൻ പറയും. എപ്പോ അങ്ങനെ ഇവിടുന്ന് ഫെയർവെല്ലും പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പോയാലും നീ പറയുന്ന എനിക്ക് ഒരു വിശ്വാസമില്ല ഭൂമി. അത് മിക്കവാറും നീ പറഞ്ഞ സത്യ. മണ്ണും ചാടി നിന്നവള് ആടിനെയും കൊണ്ട് പോവാതിരുന്നാ മതി. അതങ്ങനല്ലേ, മണ്ണും ചാരി നിന്ന് പെണ്ണിനെയും കൊണ്ടുപോയെന്നല്ലേ. എന്താ സിറ്റുവേഷൻ വന്നല്ലേ. ഒന്ന് നിർത്തിരണ്ടും ഞാൻ പറഞ്ഞിരിക്കും. ഈ ആർട്സ് ഡേ എന്ന് ഞാൻ എന്തായാലും പറഞ്ഞിരിക്കും. എന്റെ പ്രണയം ഞാൻ തുറന്നു കാട്ടിയിരിക്കും. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്ക്. ഈ ആർട്സ് ഡേ എന്ന് ഞാൻ പറഞ്ഞിരിക്കും സൂര്യേട്ടനോട് എന്റെ പ്രണയം. ഗുഡ് ഗേൾ, അങ്ങനെ വേണം. അല്ല, എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടോ? ഒരു പ്രിപ്പറേഷനും വേണ്ട എന്റെ പൊന്നു മോളെ ഭൂമി. നീ സാധാരണ പറയുന്ന കണക്കങ്ങ് പോയി പറഞ്ഞാൽ മതി. ഓ ശരി മേഡം. ഇപ്പൊ രണ്ടെണ്ണം കൂടി ഇവിടെ കിടന്ന് അറികൂടാതെ വാ, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. എന്റെ കൊച്ചിന് സാരിയൊക്കെ കൊടുത്ത് സൂപ്പർ ആയല്ലോ. അപ്പൊ മോളെ ഭൂമി, ഓൾ ദ ബെസ്റ്റ് പെർഫോമിങ്ങിനും പിന്നെ നിന്റെ പ്രപ്പോസലിനും. രണ്ടെണ്ണം ഒന്ന് നിർത്താവോ? ഒന്നാമേ കൈയും കാലം വരയ്ക്കാ ബാക്കിയുള്ളവന്റെ. The next performer is Naura Fatima from BA second year. ഇതാ മറ്റേ കുട്ടിയല്ലേ? ബാഡി, നമുക്ക് നോക്കാം പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. வானம் பார்த்து கிடந்தேனே, மழையாய் வந்து விழுந்தாயே, வழி துணையே நீயே. கண்டேன் கண்டேன் என்னுடையவளை, தந்தேன் தந்தேன் மிச்ச உயிரை. கண்டேன் கண்டேன் என்னுடையவனை, தந்தேன் தந்தேன் மிச்ச உயிரை. உற்று உன்னை பார்க்கையிலே தொற்று கிடைத்த தனிமையினை கற்று தந்த காதல் வலி விட்டு போனதே. ஊர் கூடும் நல்ல நல்ல தளங்கள் எல்லாம் உன்னை கூட்டிக் கொண்டு கை கோர்த்து கொண்டு இதை சேர்த்து வைக்க நல்ல இடங்களை நாம் வா தேடி தேடி போவோம். வானம் பார்த்து கிடந்தேனே, மழையாய் வந்து விழுந்தாயே, வழி துணையே வழி துணையே. வண்ணம் சூழ்ந்த இடமெல்லாம் வாவா ஓடி திரிவோம் வா, என் துணையே வழி துணையே நீயே. கண்டேன் கண்டேன் என்னுடையவளை, தந்தேன் தந்தேன் மிச்ச உயிரை. ദേടി നിന്റെ ആള്. പാത്തു, കലയ്ക്ക് നിന്റെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു അക്ക. അല്ല, എവിടെ ബാക്കിയുള്ളവരൊക്കെ? അവന്മാർ രണ്ടുപേരും ബിസി ആയിരിക്കും, ഞാനും ബിസിയാ. നിന്റെ പെർഫോമൻസ് ഉണ്ടാകണ്ട ഇങ്ങോട്ട് ഓടി വന്നത്. താങ്ക്സ് അക്ക. എങ്കിൽ ശരി എന്നാ ഞാൻ പോവാം. ഇക്ക, എന്താ? ഇക്ക, എനിക്ക് കാര്യം പറയണമായിരുന്നു. അതിലെന്തിനു മുഖവര പറഞ്ഞു? നീ ഇപ്പോഴല്ല അക്ക, തിരക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഇക്കനെ വിളിക്കാം.
അപ്പൊ വന്നാൽ മതി. ശരി. The next performer, Bhumi Mitra from PA English first year. ഭൂമി, എന്ത് നോക്കി നിൽക്കുക? നിന്റെ പേര് വിളിച്ച് ചെല്ലു. ഭൂമി, എന്താടാ നീ എന്താ ഈ ചുറ്റും നോക്കുന്നത്? സൂര്യേട്ടനെ എവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സൂര്യേട്ടൻ ഈ പാട്ട് കേൾക്കണമെന്ന്. പക്ഷേ ഭൂമി, വിഷുവായിട്ട് തിരക്കുള്ള ഒരാളല്ലേടാ. ചേട്ടൻ ഇവിടെ എവിടെയെങ്കിലും കാണും. നീ പോയി പാട്, നന്നായി പാട്ട് പാടിയിട്ട് വാ. അതെ, ചെല്ലു ഭൂമി. നിന്റെ പേര് വിളിച്ച് നീ കേട്ടില്ലേ? ഓൾ ദ ബെസ്റ്റ്. കിച്ചു, എനിക്ക് നന്നായിട്ട് പേടിയുണ്ടടാ. വിഷുവായിട്ട് ഒരു സമയം ഭൂമിക്ക് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആയിക്കൊണ്ടിരിക്കുക. ഭൂമിക്ക് കരയേണ്ടി വരുമെന്ന് എനിക്ക് ഭയമുണ്ട്. നീ പേടിക്കാതെ, അങ്ങനൊന്നും സംഭവിക്കില്ല. പൂക്കൾ പൂക്കും തരുണം മാറുയിരേ பார்த்ததாருமில்லையே உலரும் காலை பொழுதே முழுமதையும் பிரிந்து போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போதவில்லையே எதுவும் பேசவில்லையே இன்று ஏனோ எதுவும் தோன்றவில்லையே இது எதுவோ வார்த்தை தேவையில்லை வாழும் காலம் வரை பாவை பார்வை மொழி பேசுமே நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த நொடி போதுமே வேறின்றி விதையின்றி விண்தூவும் மழையின்றி இது என்ன இவன் தோட்டம் பூ பூக்குதே வாளின்றி போரின்று வலிக்கின்ற யுத்தமின்று இது என்ன இவனுக்குள் என்னை வெல்லுதே இதயம் முழுதும் இருக்கும் இந்த தயக்கம் இங்கு கொண்டு நிறுத்தும் இது அறிய இங்கு கிடைக்கும் விளக்கம் அது கிடைத்தால் சொல்ல வேண்டும் எனக்கும் பூந்தளிரே ഭൂമിക്കുട്ട, സൂപ്പർ ആയിട്ടുണ്ട് നിന്റെ പാട്ട്. എന്ത് ഫീൽ ഉണ്ടായിരുന്നു അറിയാമോ നിനക്ക്? അതെ ഭൂമി, സൂപ്പർ ആയിട്ടുണ്ട് നിന്റെ പാട്ട്. താങ്ക്സ് ഡാ. നിങ്ങൾ സൂര്യേട്ടനെ കണ്ടോ? ഇതേ ആ വരാന്തയുടെ അടുത്തോട്ട് പോയിട്ടുണ്ട്. എന്താടി പറയാൻ പോകുന്നു? പോയിട്ട് വരാടാ ഞാൻ. പോയി പറഞ്ഞിട്ട് പാടി, ടെൻഷൻ ഒന്നും വേണ്ട. ഒരു നിമിഷം ഭയന്ന് പോയിക്കാം. എന്റെ പ്രണയം അംഗീകരിക്കില്ല എന്ന്. നിന്റെ പ്രണയം അല്ലാതെ പിന്നെ ആരുടെ പ്രണയം പിന്നെ അംഗീകരിക്കേണ്ടത്? ഭൂമി,
ഭൂമി, കിച്ചു, എന്റെ ഭൂമി. ഒന്നുമില്ലടി, അവക്കൊന്നും വരുത്തില്ല. നീ സമാധാനമായിട്ടില്ലേ? നന്ദ, അപ്പോട്ട് നമ്മുടെ ഭൂമി, എനിക്ക് ഹേയ് നന്ദ, റിലാക്സ്. ഒന്നുമില്ല, അവക്കൊന്നുമില്ല. നീ പേടിക്കണ്ട മോളെ. അവക്ക് എന്താ പറ്റിയേ? എന്തെന്നെ മുക്ക് പറ്റി? ഇന്നലെ നല്ല സന്തോഷത്തോടെ വിളിച്ചില്ലേ ഇവിടെ എന്നെ? പെട്ടെന്ന് എന്ത് പറ്റി? നന്ദു, ഒന്ന് പറയണ, എന്ത് പറ്റിയത്? അവക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ചേട്ടാ, ഞാൻ പറയാം. ഇത്രയൊക്കെ ഉണ്ടായിട്ട് നന്ദു, നീ ഒരു വട്ടമെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും നീ എനിക്ക് തന്നു? അപ്പോട്ട് ഞാൻ ഭൂമി അവളായിട്ട് എന്നോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അവക്ക് എന്നോട് തുറന്നു പറയണമെന്ന് പറഞ്ഞില്ല. ഞാൻ പറയുന്നു പറഞ്ഞോട്ട് എനിക്ക് തെറ്റ. ഏയ് നോ, നിന്റെ തെറ്റൊന്നുമില്ല. നീ അവൾക്ക് നല്ലൊരു കൂട്ടുകാരി തന്നെയായിരുന്നു. ഡോക്ടർ, ഞാൻ ഭൂമിയിലെണ്ണ ഇത് അച്ഛൻ എങ്ങനെയുണ്ട് വെക്കപ്പോ? ഷീഫ് ഓക്കെ നോ, ഷീഫ് ഇൻ ഫെഡേഷൻ. വേറെ കുഴപ്പമൊന്നുമില്ല. ആൾക്ക് BP കുറച്ച് കൂടുതലാണ്. എന്തായാലും ഫെഡേഷൻ കഴിഞ്ഞ ആളൊന്ന് എഴുന്നേക്കട്ടെ. അപ്പോഴും BP അങ്ങനെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അഡ്മിറ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് പോവാം. ദർ ഇസ് നോ പ്രോബ്ലം. ഭരത്, അച്ഛാ, മോൾ ഓക്കെ ആയ നമ്മൾ നട്ടിപ്പോവും. ഇവിടെയുള്ള പഠിത്തം മതി. TC വാങ്ങിക്കുക, ഇവിടുന്ന് പോവാം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ശരി അച്ഛാ. നമുക്ക് ഇന്ന് തന്നെ മോളെ കൊണ്ട് പോവാം. TC വാങ്ങിക്കാൻ നീ ഒരു വട്ടം വന്നാൽ മതി. അല്ലാതെ ഇനി മക്കളെ ഇങ്ങോട്ട് വിടുന്നില്ല. ശരി അച്ഛാ. ഞങ്ങൾ നോ, ഒരു ബൈ പറച്ചിൽ എന്തായാലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് വേണ്ട. ഞാൻ വരും. ഞാൻ നിങ്ങളെ കാണാൻ തോന്നുമ്പോഴെല്ലാം ഞാൻ അവിടെ വരും. പോയിട്ട് വാ. ഈ 2 വർഷം കഴിഞ്ഞിട്ടും എന്നിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടും എന്താ സൂര്യത, എന്റെ പ്രണയത്തിന് മാത്രം ഇതുവരെ ഒരു മാറ്റം സംഭവിക്കാത്ത? വേണ്ട ഭൂമി, മറ്റൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവാ. അതിനിടയ്ക്ക് ഒന്നും വേണ്ട, എല്ലാം മറക്കാം, എല്ലാം മറക്കണം.